കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ യജമാനന്മാരെയും അവരുടെ മാധ്യമദാസന്മാരെയും ഒരേപോലെ വിറപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കൽപ്പറ്റയിൽ നടത്തിയ വാർത്താ സമ്മേളനം കൂട്ടത്തോടെ മുക്കിയ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മാധ്യമ അജണ്ട വീണ്ടും പുറത്തായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉന്നയിച്ച പച്ചക്കള്ളങ്ങളെയും വ്യാജ ആരോപണങ്ങളെയും 52 മിനിറ്റ് നീണ്ട വാർത്താ സമ്മേളനത്തിലൂടെ വസ്തുതകൾ നിരത്തി പിണറായി വിജയൻ പൊളിച്ചടുക്കിയപ്പോൾ ആ സത്യം ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ചാനലുകൾ ഒന്നടങ്കം സ്ക്രീനുകൾ ഇരുട്ടിലാക്കി. ഇടതുപക്ഷത്തെ രാഷ്ട്രീയമായി നേരിടാൻ കെൽപ്പില്ലാത്ത UDF BJP അവിശുദ്ധ സഖ്യത്തിന് പരസ്യമായി കുടപിടിക്കുന്ന ഈ മാധ്യമ സിൻഡിക്കേറ്റ് കേരളത്തിന്റെ ജനാധിപത്യത്തിന് അപമാനമാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തെക്കുറിച്ചും വയനാട് ദുരന്തത്തെക്കുറിച്ചുമെല്ലാം മുൻ മുഖ്യമന്ത്രിക്കെതിരെ വലിയ രീതിയിൽ അസംബന്ധങ്ങൾ വിളിച്ചു പറഞ്ഞിരുന്നു. ഇതിനെല്ലാം കൃത്യമായി മറുപടി കൽപ്പറ്റയിൽ പിണറായി വിജയൻ നൽകിയപ്പോൾ അത് തത്സമയം കാണിച്ചാൽ തങ്ങളുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ തനിനിറം പുറത്താകുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഏഷ്യാനെറ്റ്, റിപ്പോർട്ടർ, 24 ന്യൂസ് എന്നീ പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെയുള്ളവർ ഒരു മിനിറ്റ് പോലും ഈ വാർത്താ സമ്മേളനം തത്സമയം സംപ്രേഷണം ചെയ്യാൻ തയ്യാറായില്ല എന്നത് അവരുടെ അജണ്ട എത്രത്തോളം ക്രൂരമാണെന്ന് തെളിയിക്കുന്നതാണ്. ന്യൂസ് മലയാളം വെറും 2 മിനിറ്റിലും, മാതൃഭൂമി 6 മിനിറ്റിലും, മനോരമ 8 മിനിറ്റിലും, മീഡിയ 1 7 മിനിറ്റിലും തങ്ങളുടെ ലൈവ് അവസാനിപ്പിച്ച് സത്യത്തെ മൂടിവെക്കാൻ മത്സരിച്ചു. വസ്തുതകൾ ജനങ്ങളിൽ എത്തുന്നത് തടഞ്ഞ് കേരളത്തിൽ UDF-നും BJP-ക്കും അനുകൂലമായി അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ മാധ്യമവേട്ടയെ ജനകീയ കോടതിയിൽ ഇടതുപക്ഷം വിചാരണ ചെയ്യുക തന്നെ ചെയ്യും. ചാനൽ മുറികളിൽ ഇരുന്ന് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാമെന്ന് മോഹിക്കുന്ന മാധ്യമ മുതലാളിമാർ ഒന്നു മാത്രം ഓർക്കുക, ഈ പ്രസ്ഥാനം വളർന്നത് ചാനൽ വെളിച്ചത്തിലല്ല, ജനങ്ങളുടെ നെഞ്ചിലാണ് എന്നാണ് നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത്.